ഹോർമോസ് കടലിടുക്കിന് മുകളിലൂടെ തന്നെ അമേരിക്കയുടെ നൂറുകണക്കിന് യുദ്ധവിമാനങ്ങളാണ് വട്ടമിട്ട് പറക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നും ചെറു നീക്കമുണ്ടായാൽ പോലും ഇവയെല്ലാം തന്നെ പാഞ്ഞെത്തുകയും അവിടെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്താൻ പാകത്തിനാണ് ഇവ അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഹോർമോസ് ദ്വീപിന് സമീപം യുഎസിന്റെ F-15 ജെറ്റ് ഇറാൻ ആക്രമിച്ചതായി തന്നെയാണ് ഇപ്പോൾ അവർ അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്നത്. എന്നാൽ ഈ വാർത്ത ഇതുവരെയും അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. 2 ദിവസത്തിന് മുൻപും ഇത്തരത്തിൽ ഒരു അവകാശവാദവുമായി ഇറാൻ രംഗത്ത് വരികയും ചെയ്തു. അതായത് അമേരിക്കയുടെ ജെറ്റുകളെ എല്ലാം തന്നെ ആക്രമിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. എന്നാൽ ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായ രീതിയിലുള്ള ഭീഷണികൾ മുഴക്കുകയാണ്. അതോടൊപ്പമാണ് അമേരിക്കയുടെ F-15 അവിടെ ഒന്ന് തൊടാൻ പോലും ഇറാന് സാധിച്ചിട്ടുണ്ടാകില്ല എന്ന അവകാശവാദങ്ങളടക്കം ഉയരുന്നതിനിടയിലാണ് ഇറാൻ ഇത്തരമൊരു വാദം ഈ ഒരു വാദം നിരത്തി രംഗത്ത് വരുന്നത്. എന്നാൽ ഇറാൻ തെളിവ് സഹിതം പങ്കുവെച്ചുകൊണ്ടാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാന്റെ ഇന്ധന ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ ആക്രമണം നടത്തുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് അമേരിക്കയുടെ F-15 യുദ്ധവിമാനം തകർന്നതായി തന്നെ ഇറാൻ വ്യക്തമാക്കുന്നത്. ഹോർമോസ് ദ്വീപിൽ വെച്ചാണ് അമേരിക്കൻ യുദ്ധവിമാനം തകർന്നത് എന്നതാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണം തുടർന്നാൽ ഇത്തരത്തിൽ യുദ്ധതന്ത്രം അവിടെ മാറുമെന്ന മുന്നറിയിപ്പായിരുന്നു ഇറാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയത്. 3 ആഴ്ച എടുത്ത് ശത്രുക്കളുടെ വീഴ്ച മനസ്സിലാക്കി തിരിച്ചടി നൽകാനായിരുന്നു ഇറാൻ ഇവിടെ വലിയ രീതിയിൽ യുദ്ധത്തിനായി തന്നെ കോപ്പുകൂട്ടിയത്. അത്തരമൊരു അവകാശവാദമാണ് അവർ ഉന്നയിക്കുന്നതും. F-35 വിമാനത്തെ ആക്രമിച്ചതും ഇസ്രയേലിന്റെ ആണവ ഗവേഷണ കേന്ദ്രം അവിടെ ആക്രമിച്ചതും അത് കാണിച്ചുകൊണ്ട് യുദ്ധത്തിൽ മേൽക്കൈ അവകാശപ്പെടുകയായിരുന്നു ഇറാൻ ഇത്രയും നാൾ. എന്നാൽ 3 ആഴ്ച ശത്രുവിന്റെ വീഴ്ച പഠിച്ച ശേഷം മാത്രം പുതിയ നീക്കങ്ങൾ എന്നും നടത്തും, അല്ലെങ്കിൽ അതിനൊരു രീതി മാറുമെന്നതായിരുന്നു ഇറാൻ മുന്നറിയിപ്പ് നൽകിയത്. അതേസമയം ഇറാന്റെ ഇന്ധന ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായാൽ ഈ മേഖലയിലെ അമേരിക്കയുടെയും അതുപോലെ സൈനിസ്റ്റ് ഭരണകൂടത്തിന്റെയും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ആക്രമിക്കുമെന്നായിരുന്നു ഇറാന്റെ സൈനിക വക്താവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഹോർമോസ് കടലിടുക്ക് തുറക്കാൻ ഇറാന് അമേരിക്ക 48 മണിക്കൂർ സമയവും അന്ത്യശാസനവുമാണ് നൽകിയത്. ഇതിന് പിന്നാലെയാണ് ഇറാൻ ട്രംപിന് മറുപടി നൽകുന്നതും. ശത്രു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് മാത്രമേ ഹോർമോസ് കടലിടുക്ക് കടക്കാൻ തടസ്സമുള്ളൂ എന്നതായിരുന്നു ഇറാന്റെ വാദം. അതേപോലെ തന്നെ ഹോർമൂസ് കടലിടുക്ക് തങ്ങളുടെ ശത്രുക്കൾക്കും അവരുമായി ബന്ധമുള്ളവർക്കും ഒഴികെ മറ്റെല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കും എന്നതായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ മാരിടൈം ഏജൻസിയിലെ ഇറാൻ പ്രതിനിധി ഈ ഒരു പ്രസ്താവനയിൽ അറിയിച്ചത്. ഇറാന്റെ വെല്ലുവിളിയും ഹോർമൂസ് കടലിടുക്ക് തുറക്കുകയാണെങ്കിൽ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കും എന്ന അമേരിക്കൻ ഭീഷണിയും ഒരേപോലെ തന്നെ മേഖലയെ വലിയ രീതിയിൽ ആശങ്കയിലാഴ്ത്തുകയാണ്. ഇന്നലെ ആണവ കേന്ദ്രങ്ങൾ പരസ്പരം ആക്രമിച്ചത് ഗുരുതര സൂചനയാണ് എന്നും തങ്ങളുടെ ഊർജ്ജ സംവിധാനങ്ങളെ ആക്രമിച്ചാൽ മേഖല ആകെ തന്നെ ഇരുട്ടിലാകുമെന്നതായിരുന്നു ഇറാൻ മുന്നറിയിപ്പ് നൽകിയത്. അതേപോലെ തന്നെ പവർ പ്ലാന്റുകളുടെ ആ ഒരു മാപ്പ് സഹിതമായിരുന്നു ഇറാനിയൻ മാധ്യമങ്ങൾ ആ ഒരു വെല്ലുവിളി ഏറ്റുപിടിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.